അഹമ്മദാബാദിലെ വിമാനാപകടത്തിന് ശേഷം ഒരുപാട് കോൺസ്പിറസി തിയറികൾ വന്നിട്ടുണ്ട്. അതായത് വിമാനത്തിൻ്റെ എഞ്ചിന് പ്രശ്നമുണ്ടായി, അതല്ല അതിൻ്റെ ഫ്ലാപ്പുകൾ ഉയർന്നില്ല, അതല്ല എമർജൻസി എക്സിറ്റ് പറന്നുപോയി. വലിയ രീതിയിലുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും ഈ വിമാനാപകടത്തിൻ്റെ കാരണം എന്താണെന്ന് അധികൃതർ ഇനിയെങ്കിലും വിവരം പുറത്തുവിടുമോ? അത് സാധ്യത കുറവാണ് സിരിജി. കാരണം എന്തെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ പിഴവാണെന്ന് കണ്ടാൽ സ്വാഭാവികമായും അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ ചർച്ചകൾ നടത്താൻ ആരും തയ്യാറാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കൊറോണ വന്ന സമയത്ത് വാക്സിൻ വലിയ രീതിയിൽ അത് പ്രതിഫലിച്ചില്ല ആളുകളുടെ ശരീരത്തിൽ. പിന്നീടും വാക്സിൻ എടുത്തതിന് ശേഷം കൊറോണ വന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്താത്തത് എല്ലാ രാജ്യങ്ങളും വാക്സിൻ ഉപയോഗിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയാൽ ലോകത്തെ എല്ലാ രാഷ്ട്ര തലവന്മാരും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്താത്തത്. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ അട്ടിമറിയെക്കുറിച്ച് പറയുന്നു, എമർജൻസി വാതിൽ തെറിച്ചുപോയി ഒരു കറുത്ത സാധനം പോയതുപോലെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നത് കണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ഈ അഹമ്മദാബാദ് മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടായിരുന്നു. ഈ വിമാനം 33 സെക്കൻഡിനിടയിലാണ് തകർന്നു വീണത്. അതായത് 865 അടി, 625നും 800 അടിക്കും ഇടയിൽ എത്തുന്നതിന് മുൻപേ ഈ വിമാനം തകർന്നു വീണു. അതായത് റൺവേന്ന് പൊങ്ങി കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് വിമാനം നിലം പതിച്ചു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഈ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത് 2 കമ്പനികളാണ്, ഒന്ന് എയർബസും ഒന്ന് ബോയിങ്ങും. ഈ എയർബസും ബോയിങ്ങിനും നിരവധി ഇൻഡിഗോയും എയർ ഇന്ത്യയും ഒക്കെ 300 മുതൽ 500 വിമാനങ്ങൾ വേണമെന്ന് പറഞ്ഞു വരെ ഇവർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഓർഡർ ഒന്നും ചെയ്തു നൽകാൻ ഈ കമ്പനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് ഒരുപാട് സമയമെടുക്കും ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിയാത്തത്. ഈ 2 കമ്പനിയാണ് ലോകത്തിൽ വിമാനം ഉണ്ടാക്കുന്നത്, എയർബസും ബോയിങ്ങും. ഇപ്പോൾ ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ വിമാനമാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ തകർന്ന് വീണത്. 274 പേർ മരിച്ചു, ഒരാൾ രക്ഷപ്പെട്ടു. ഈ വിമാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് ഇതൊരു അട്ടിമറിയോ, ഇതിന് ബന്ധപ്പെട്ട് മറ്റ് എന്താ പറയുക, ഖാലിസ്ഥാൻവാദികൾ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ എയർ ഇന്ത്യ വിമാനം തകർക്കുമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ BJPയുടെ ഒരു മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണി ഉൾപ്പെടെ ഉള്ളവർ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ സംശയിക്കും, ചിലപ്പോൾ ഖാലിസ്ഥാൻവാദികൾ തീർത്തതായിരിക്കും, ഇതൊരു അട്ടിമറി സാധ്യതയായിരിക്കും. ഇടയ്ക്ക് ആരോ പറയുന്നൊരു ഡ്രോണുകൾ അതുവഴി സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. അത്തരത്തിലുള്ള ഒന്നും ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എഞ്ചിൻ തകരാറ് മൂലമാണ് ഈ വിമാനം തകർന്നിരിക്കുന്നത്. അത് തുറന്നു പറഞ്ഞാൽ അത് സർക്കാരിനും തിരിച്ചടിയാകും, ഈ കമ്പനിയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ മടിക്കുന്നത്. ഇപ്പോൾ 2 ബ്ലാക്ക് ബോക്സും കിട്ടിയിട്ടുണ്ട് വിമാനത്തിന്റെ. ആ ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് കൃത്യമായ വിവരം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോറൻസിക് പരിശോധനയൊക്കെ കഴിഞ്ഞ ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ കൃത്യമായ വിവരം കിട്ടുന്നത്. പക്ഷെ പ്രാഥമിക നിഗമനമായി എഞ്ചിൻ തകരാറെന്നാണ് പറയുന്നത്. എഞ്ചിൻ തകരാറ് തന്നെയാണ്, സാങ്കേതിക തകരാറ് തന്നെയാണ് ഈ വിമാനം താഴെ വീഴാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം ഈ ഒരേ സമയം ഒരുമിച്ച് തന്നെ ഒരു എഞ്ചിന്റെ പ്രവർത്തനം കൃത്യമായി ആ എഞ്ചിൻ പ്രവർത്തിച്ചല്ല എങ്കിൽ അടുത്ത എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം താഴ്ത്താനും ഉയർത്താനും കഴിയും എന്നുള്ളതാണ് വിമാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ഒരു എഞ്ചിൻ പ്രവർത്തിക്കാതിരുന്നാൽ, ഇപ്പൊ നമ്മൾ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ആ എഞ്ചിൻ പ്രവർത്തിച്ചില്ല, ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ എനിക്കറിയില്ല, വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എഞ്ചിന് പ്രവർത്തന രഹിതമായാൽ മറ്റേ എഞ്ചിൻ സഡൻ പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ 2 എഞ്ചിനും പ്രവർത്തിച്ചിട്ടില്ല. 2 എഞ്ചിനും പ്രവർത്തിപ്പിക്കാൻ ഈ പൈലറ്റുമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ 2 എഞ്ചിനും പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ വിമാന അപകടം ഉണ്ടാകാനുള്ള 99% സാധ്യതയും നിയമ വിദഗ്ധർ പറയുന്നത്. കാരണം എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്കറിയാം ഈ എയർ ഇന്ത്യയിൽ കറക്റ്റായിട്ട് പലപ്പോഴും ഫ്ലൈറ്റ് കൃത്യസമയത്ത് വരുന്നില്ല. അങ്ങനെ കുറേ പരാതികളും പരിഭവങ്ങളും ഒക്കെ എപ്പോഴും എയർ ഇന്ത്യയെ സംബന്ധിച്ച് പുറത്തു വരുന്നതാണ്. ഇപ്പോൾ പറയുന്നത് 1 ഇലക്ട്രിക് ഫെയിലിയർ, 2 ഹൈഡ്രോളിക് ഫെയിലിയർ. ഈ 2 സാധനങ്ങളാണ്, ഈ 2 സാധ്യതകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇലക്ട്രിക് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാരണം ഇതിൽ നിന്ന് തന്നെ ഒരു ആകാശ് മിത്ര എന്ന് പറയുന്ന ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഈ എയർ ഇന്ത്യ പറന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ AC ഇല്ലായിരുന്നു, TV വർക്ക് ചെയ്യുന്നില്ല, കറണ്ട് പോയി, അത്തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ രക്ഷപ്പെട്ട വിശ്വാസ് കുമാറും പറഞ്ഞു ഈ വിമാനം വീഴുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് കറണ്ട് ലൈറ്റ് ഓഫായി,
AC-യുടെ പ്രവർത്തനം നിലച്ചു. അപ്പോൾ അത്തരത്തിൽ ഇലക്ട്രിക് ഫെയിലിയർ ഉണ്ടാവാം. പിന്നെ ഹൈഡ്രോളിക് ഫെയിലിയർ, ഈ പൊങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പൊ ഈ രണ്ടുമായിരിക്കാം ഈ സാങ്കേതികമായ തകരാറിന് സംഭവിച്ചതെന്നുള്ളത്. മാത്രമല്ല ഈ വിമാനം ഇങ്ങനെ കീഴെ വരുമ്പോൾ ഒരു മുഴ പോലൊരു ഭാഗം തുറന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഹൈഡ്രോ ഫെയിലിയറിന്റെ അതായത് ഹൈഡ്രോളിക് ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മുഴ പോലെ ഒരു ഭാഗം വിമാനത്തിൽ ഇങ്ങനെ കീഴ്പോട്ട് വരുമ്പോൾ കാണപ്പെടുന്നത് എന്നാണ് ഇതിലെ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് സാങ്കേതിക തകരാറ് തന്നെയാണ് ഈ വിമാനം തകരാനുള്ള പ്രധാന കാരണം. ഇവിടെ അട്ടിമറിയോ മറ്റ് സാധ്യതകളോ ഒന്നും തന്നെ ഇല്ല. പലരും ഇത് അട്ടിമറിയാണ്, പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് അട്ടിമറിച്ചു, ഇത് പിന്നെ നേരത്തെ ഉണ്ടായ വിമാന അട്ടിമറി പോലെയാണ്. അല്ല, ഒരിക്കലും അല്ല. ഇത് ഇത്തരത്തിൽ ഇതിൽ വിദഗ്ധരാണ് പറയുന്നത്, ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഇതിൽ വൈദഗ്ധ്യം നേടിയവർ തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ വിമാനം പിന്നെ സാങ്കേതിക തകരാറ് മൂലമാണ് ഉണ്ടായതെന്ന്. ഇത് പറയാനുള്ള മറ്റൊരു കാരണമായിട്ട് അവർ പറയുന്നത്, ഈ ടാറ്റയുടെ കയ്യിലാണ് ഈ ഇൻഡിഗോ വിമാനം. ഇത് തകരാറിലായി, എയർ ഇന്ത്യ വിമാനം ഇത് തകരാറിലായി മണിക്കൂറുകൾക്കകം തന്നെ ടാറ്റ 1 കോടി രൂപ എല്ലാവർക്കും പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത് മറ്റു തരത്തിലേക്ക് ഇതിന്റെ ചർച്ചകൾ പോകരുത്. മറ്റു തരത്തിലേക്ക് ഇതിന്റെ ചർച്ചകൾ പോയാൽ എനിക്ക് തോന്നുന്നു ബോയിങ് അമേരിക്കൻ കമ്പനിയാണെന്ന് പറയുന്നത്. എനിക്കതിൽ ക്ലിയർ ഇല്ല. ബോയിങ് കമ്പനി, ആ കമ്പനിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. പിന്നീട് ആ കമ്പനിക്ക് വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരുപക്ഷെ അവരുടെ ലൈസൻസ് തന്നെ റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ എൻജിൻ തകരാറ് മൂലം അല്ല. ഇനിയിപ്പോ ഇതിലെ ആളുകളൊക്കെ മരിച്ചു, ക്യാപ്റ്റൻ മരിച്ചു, പിന്നെ പാസഞ്ചേഴ്സ് മുഴുവൻ. അപ്പൊ ആരും വന്ന് സത്യം പറയാൻ ഇതിൻ്റെ അകത്തില്ല. ഇതിന്റെ എന്താണ് ഇതിൽ നടന്നത് എന്നുള്ളത് കൃത്യമായി പറയാൻ ഇതിന്റെ വിദഗ്ധർക്കേ കഴിയൂ. അവരിത് മറച്ചു വെച്ചാൽ ഇതിന്റെ സത്യം നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ അടുത്തൊരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ ഈ വിമാന ദുരന്തമൊക്കെ മറക്കും. വ്യോമ മേഖലയിലെ ചില വിദഗ്ധർ എന്ന് പറയുന്നത് അമിതമായിട്ട് ലഗേജുകൾ കയറ്റിയാൽ ഇതുപോലുള്ള എഞ്ചിൻ തകരാറ് സംഭവിക്കാം. ഈ അമിതമായ ലഗേജുകൾ കയറ്റാൻ എല്ലായ്പ്പോഴും എയർ ഇന്ത്യ തയ്യാറാകാറുണ്ട്. ഇപ്പോൾ ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഇരട്ട എഞ്ചിനുള്ള ഒരു വിമാനം, ഈ വിമാനം ഇന്ന് വരെ 2 എഞ്ചിനും ഒരേപോലെ തന്നെ പ്രവർത്തനം അവസാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനത്തിലാണ് ഈ വിമാനം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആ എഞ്ചിൻ പ്രവർത്തനം നിലച്ചാൽ രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരു 20-30 കിലോമീറ്റർ വരെ പറക്കാനും ഒന്നുകിൽ ലാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ടായിരിക്കാം. മാത്രമല്ല കൂടുതൽ ലഗേജുകൾ ഇവിടെ നിറച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ വിമാനത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിൻ തകരാറിലാകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് ഇനി ഇവർ പറയണം. ഇപ്പോൾ നമുക്കറിയാം തദ്ദേശീയമായിട്ട് ഇപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ പോകുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പോൾ ട്രെയിനെയോ അല്ലെങ്കിൽ ബസ്സിനെയൊക്കെ ആശ്രയിക്കുന്നതിനപ്പുറം വിമാനങ്ങളെ ആശ്രയിച്ച് തുടങ്ങി. അപ്പോൾ തദ്ദേശീയമായ യാത്രയ്ക്ക് വിമാനങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു, പഠനത്തിൻ്റെ ആവശ്യത്തിന്, ജോലി സംബന്ധമായ ആവശ്യത്തിന്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരിക. അതിനനുസരിച്ചുള്ള വിമാനങ്ങൾ ഒരു രാജ്യത്തും ഇല്ല എന്നാണ് ഇപ്പോൾ ധന്യ പറഞ്ഞു വരുന്നത്. മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂടാത്തത് കൊണ്ട് തന്നെ പഴയ വിമാനങ്ങൾ കൂടുതലായി ഉപയോഗിക്കപ്പെടേണ്ടി വരികയോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും സർവീസ് നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുന്നു. അങ്ങനെയല്ലേ പറഞ്ഞു? തീർച്ചയായിട്ടും അത് തന്നെയാണ് സാങ്കേതിക തകരാറാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവരെ. ഇത്തരത്തിൽ സാങ്കേതിക തകരാറാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ ഇത്തരം വിമാനങ്ങൾ പറത്തി കഴിയുമ്പോൾ ആളുകളുടെ ജീവൻ ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം അവർക്ക് വിമാനം ഓടിച്ചാൽ മതി. ഇപ്പൊ ഈ വിമാനത്തിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് കോടികൾ പണം തിരിച്ചു കിട്ടും, അവർക്ക് കിട്ടേണ്ടത് കിട്ടും. പക്ഷെ അതിൻ്റെ അകത്തിരുന്ന് 274 പേരുടെ ജീവനോ അതിനാരും ഉത്തരം പറയും. 1 കോടി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് പോയ ജീവൻ തിരിച്ചപ്പോൾ അതിലുള്ള ഒരു സ്ത്രീ തന്നെ പറഞ്ഞു, ഞാൻ 2 കോടി തരാം, എൻ്റെ അച്ഛൻ നിങ്ങൾ തിരിച്ചു തരുമെന്ന്. അപ്പൊ അത്തരത്തിൽ ഇത്തരം കാലപ്പഴക്കം ചെന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സാങ്കേതിക തകരാറുകൾ എപ്പോഴും വരുന്ന വിമാനങ്ങളോ ഉണ്ടെങ്കിൽ അവയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയത് നിർമ്മിക്കാൻ കാലതാമസം എടുക്കുമെങ്കിലും ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് പുതിയത് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം.